ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ കീർത്തി. പേപ്പർ കോപ്പി ആപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ട്രേസിങ് ചെയ്യുന്നതെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പിൻട്രസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് പേപ്പർ കോപ്പിയിലേക്ക് നമ്മുടെ പിക്ചേഴ്സ് എടുക്കുന്നതെന്നുള്ളത് പലർക്കും ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കും. കാര്യം അതിൽ നിന്ന് ഡയറക്റ്റ് സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനെപ്പറ്റി എനിക്കൊരു ഡൗട്ട് ആയിട്ടുള്ളൊരു കമൻറ്റ് വന്നു. അതെപ്പോൾ ചെയ്യുമെന്നും ചോദിച്ചു. അപ്പോൾ നമ്മൾ ഉടനെ ചെയ്യണമല്ലോ, അതുകൊണ്ട് ചെയ്യുന്ന കേട്ടോ. അപ്പം നമ്മുടെ പിൻട്രസ്റ്റ് ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഞാൻ സ്ക്രീൻഷോട്ടിലാണ് സ്ക്രീൻ റെക്കോർഡിങ്ങിലാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പം പിൻട്രസ്റ്റ് ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം അതിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള എന്താണോ ആവശ്യം അതിനകത്ത് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആരി ബ്ലൗസ് ഡിസൈൻ ട്രേസിങ് എന്നാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ട്രേസിങ് വരും കേട്ടോ. അപ്പോൾ ട്രേസിങ് ആയിട്ടുള്ള പിക്ചേഴ്സും വരും. ഓരോരുത്തർ അവരവരുടെ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പിക്ചേഴ്സും നമുക്ക് കിട്ടുന്നതായിരിക്കും. ബ്ലോഗാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ട്രേസിങ് അവർ PDF ആയിട്ടായിരിക്കും കയറ്റിയിട്ടേക്കുന്നത്. PDF ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് സേവ് ചെയ്യാം. അപ്പം ഈ രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യും. ചില ഫോട്ടോസുകൾ അതിനകത്ത് അവരവരുടെ ബ്ലോഗിലായിരിക്കും. നമുക്ക് ആർക്ക് വേണമെങ്കിലും അതിനകത്ത് പിൻ ചെയ്തിട്ട് പിൻട്രസ്റ്റിൽ നമുക്ക് പിൻ ചെയ്തിട്ട് ഡിസൈൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത് നല്ലൊരു ആപ്പാണ്. ഇതേപ്പറ്റി കൂടുതൽ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും, അതായത് കൂടുതൽ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും. അപ്പം ഇതൊരു ബ്ലോഗാണ്, ഒരാൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ബ്ലോഗാണ്. ആ ബ്ലോഗിൽ നിന്നുള്ള പിക്ചേഴ്സാണത്. അത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിൽ നിന്നും ഡൗൺലോഡ്, ആ പിക്ചറിൽ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഞാനിത് നേരത്തെ ഡൗൺലോഡ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഡൗൺലോഡ് എഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് ഡൗൺലോഡിങ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം അത് നേരെ നമ്മുടെ ഗാലറിയിലേക്കായിരിക്കും പോകുന്നത്. ഇനി അല്ലാതെയുള്ള പിക്ചേഴ്സ്, അതായത് നമ്മൾ ഫോട്ടോസൊക്കെ ഇട്ട് ജസ്റ്റ് ഫോട്ടോയായിട്ട് ഇട്ടിരിക്കുന്ന പിക്ചേഴ്സൊക്കെ, അപ്പം ഇതുപോലെ ട്രേസിങ് ആണെങ്കിൽ നമുക്ക് ട്രേസിങ് മാത്രമായിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് പോകുമ്പോൾ ട്രേസിങ് മാത്രമായിട്ടുള്ളത് കിട്ടും കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ട്രേസ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചത് അതൊരു ഡിസൈനിൽ നിന്നാണ് ഞാൻ ഡിസൈനായിട്ട് ട്രേസ് ചെയ്തത്. ഇതിപ്പോൾ നമുക്ക് ട്രേസിങ് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ട്രേസിങ് മാത്രമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ആ പിൻ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഷെയറിംഗ് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പം ആ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്തതിന് ശേഷം ഇതുപോലെ ഗൂഗിൾ ബാറിൽ പോവുക. ഗൂഗിൾ ബാറിൽ പോയതിന് ശേഷം പിൻട്രസ്റ്റ് ഇമേജ് ഡൗൺലോഡർ എന്ന് അടിച്ചു കൊടുക്കുക. പിൻട്രസ്റ്റ് ഇമേജ് ഡൗൺലോഡർ. അപ്പം ഇതുപോലെ കുറേ നമ്മൾ വേറുള്ള ആപ്പുകൾ വഴി പിൻട്രസ്റ്റിലെ ഇമേജ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇതൊന്നും എല്ലാവരും പറഞ്ഞു തരില്ല കേട്ടോ. ഒത്തിരി ആരും ഇങ്ങനെ പറഞ്ഞു തന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് പറഞ്ഞു തരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ലിങ്ക് എന്നിട്ട് നമ്മുടെ ഡൗൺലോഡ് ആ ആപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പം നമ്മളവിടെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമുക്ക് കോപ്പി ചെയ്ത് കൊടുക്കുക. കോപ്പി ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ വേറെ എന്തോ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതാണ് കേട്ടോ. അതങ്ങ് ക്ലോസ് ചെയ്ത്, വേറെ എന്തെങ്കിലുമൊക്കെ സൈറ്റുകളൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് കൊടുത്തേക്കണം. ഇനി നമുക്കത് ഡൗൺലോഡ് ഇമേജ് കൊടുത്താൽ മതി. ഈ ഇമേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ്. ഇതിപ്പോൾ ഒരു കുർത്തിയുടെ പാറ്റേൺ ആണ് കേട്ടോ. നമുക്ക് ഇപ്പം ബ്ലൗസിൽ നിന്നുള്ള ബൂട്ടാസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കുർത്തിയിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഡൗൺലോഡ് ഫോഴ്സ് ഡൗൺലോഡ് എന്നുള്ള ഞാനൊരു അതിൻ്റെ ക്ലാരിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. അത് ഞാൻ ഓക്കെ അടിച്ചു കൊടുത്തു. അപ്പം അത് നമുക്കവിടെ ഡൗൺലോഡായ ആ പിക്ചർ അവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ആ ഡൗൺലോഡ് ആവുന്നത് നമ്മൾ നേരെ നമ്മുടെ ഗാലറിയിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് ഗാലറിയിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. ഇതാണ് പേപ്പർ കോപ്പി ആപ്പ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അത് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്ത് ലോഗിൻ ആക്കി ഇടണം. അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഇങ്ങനെയായിരിക്കും, നമ്മുടെ ഗാലറിയിലേക്കായിരിക്കും ആ ആപ്പിലെ പിക്ചേഴ്സ് നേരെ വരുന്നത്. അപ്പം ഗാലറി ഓപ്പൺ, നമുക്ക് ആവശ്യമുള്ള പിക്ചർ ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലുള്ള നമുക്ക് ഗൈഡ് ലൈൻസ് വരും. ഇതിൽ ഇത് നല്ല ഈസി ആയിട്ടുള്ളൊരു ആപ്പാണ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പാണ്. ഇത് ഓപ്പൺ ആയി വരുമ്പം ഇതുപോലൊരു സ്ക്രീനായിരിക്കും വരിക. ഇതിനകത്ത് ലോക്ക് ചെയ്ത് വെക്കാം. ഇപ്പം ലോക്ക് ചെയ്തത് നമ്മൾ അൺലോക്ക് ആക്കുന്നത് നമ്മുടെ സൈഡിലെ വോളിയം ബട്ടൺ ഓപ്പൺ ചെയ്തിട്ടാണ് അൺലോക്ക് ആക്കുന്നത് കേട്ടോ. അപ്പം ഇതുപോലെയാണ് നമ്മുടെ ആപ്പിൻ്റെ ടോട്ടൽ വ്യൂ വരുന്നത്. നമുക്ക് ബ്രൈറ്റ്നസ് അതിനകത്ത് തന്നെ ഉണ്ടാവും. ഞാൻ ചെറുതായിട്ട് എൻ്റെ ഫോണിൽ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടതാണ് കേട്ടോ.
അപ്പം ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് ഇത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ സൈഡിൽ ഇതുപോലെ ഓപ്ഷൻ വരും. അതിൽ ബ്രൈറ്റ്നസ് കൂട്ടി കൊടുക്കാം, പിക്ചറിൻ്റെ വലുപ്പം കൂട്ടും കുറയ്ക്കും, വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഒക്കെ ആക്കി കൊടുക്കാം, മാക്സിമം സൂം ചെയ്യാം. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പോർഷനാണോ നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ ആ പോർഷനിൽ കൊണ്ടുപോയി നമ്മൾ സൂം ചെയ്ത് വെച്ചതിന് ശേഷം, ഇപ്പം നമുക്ക് വലിയൊരു പിക്ചറായിട്ടാണ് വേണ്ടത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം സൂം ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ സൂമിൻ മാറ്റി നമ്മൾ ഡ്രോ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊരു ഈസി മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾക്ക് പിക്ചറിലോട്ട് ഇത് പേസ്റ്റ് ചെയ്ത്, അതായത് നമുക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഐഡിയാസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം എന്തിനാണ് നമുക്ക് സൗകര്യമില്ലാത്ത ഏത് പോർഷനാണോ നമുക്ക് ആവശ്യം നമുക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം സൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പിക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. അപ്പം ഈ രീതിയിൽ നമുക്കത് പേസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ബ്രൈറ്റ്നസ്സിൽ വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് മാക്സിമം നമുക്ക് വേണ്ടുന്ന സൈസിലേക്ക് നമുക്ക് പിക്ചർ സൂം ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ബൂട്ടാസൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് മെയിൻലി ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പം ഒരു പാറ്റേൺ വരച്ചതിന് ശേഷം ആ പാറ്റേണിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഈ ബൂട്ടാസ്, അതായത് പാറ്റേൺ ഇതിപ്പോൾ തുണിയിലേക്ക് ഡയറക്റ്റ് വരയ്ക്കുന്ന കാര്യമല്ല, പാറ്റേണിൽ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ പാറ്റേൺ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് തുണിയിലേക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. നമുക്കിത് ഫുൾ പിക്ചറായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തല്ല, ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് DTP സെൻറ്ററിൽ പോയിട്ട് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ഷോപ്പുകളിൽ പോയിട്ട് നമുക്ക് പറയാവുന്ന അവരുടെ A3 സൈസിലോട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ സെയിം സൈസിലേക്ക് നമുക്ക് പ്രിൻ്റ് ഔട്ട് ചെയ്ത് കിട്ടുന്ന അത് നമുക്ക് നേരെ കൊണ്ടുവന്ന് നമുക്ക് ഡ്രസ്സിലേക്ക് ഡിസൈനായിട്ട് ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ മ്യൂറലൊക്കെ ഞാൻ അങ്ങനെയാണ് പ്രിൻ്റ് ഔട്ട് എടുത്ത് യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.